ജാതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ്. അപ്പൊ ജാതി വിവേചനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള തന്നെയാണ്. ഇപ്പൊ ഇത്ര പ്രബുദ്ധത ഡെഫിനറ്റ് ആയിട്ടും സമൂഹത്തിൽ നിൽക്കുന്ന ഒരു റിയാലിറ്റി എന്തായാലും സിനിമയിലും എല്ലാ വർക്ക് സ്പേസിലും ഇപ്പൊ മീഡിയയിലും ഉണ്ടാവും. അത് IT ഇൻഡസ്ട്രി, എല്ലാ ഇൻഡസ്ട്രിയിലും ജാതി വിവേചനവും ജാതിയും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യാവസ്ഥ. എനിക്ക് തോന്നുന്നു ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാസ്റ്റിസം ആണ്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ മര്യാദയ്ക്ക് മനസ്സിലാക്കാണ്ട് നമുക്കൊരു മുന്നോട്ട് പോക്ക് സാധ്യമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇപ്പം ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾ ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുണ്ട്, സിനിമയിലുണ്ട്, ജാതി വിവേചനം ഉണ്ട്. അത് നമ്മൾ ഇല്ല എന്നും പറഞ്ഞാൽ അതിനെ അതില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല മാറി. ഇപ്പൊ ജാതി സംസാരിക്കാൻ പാടില്ല, ജാതി ഭീകരത എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അത് ഈ ബേസിക്കലി ഇതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുണ്ട്. എല്ലാവരോടും അവങ്ങനെ പറയുന്ന എല്ലാവരോടും എനിക്ക് ഒരൊറ്റ കാര്യം പറയുള്ളൂ, ഗോ റീഡ് അംബേദ്കർ ആൻഡ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് എന്നുള്ളത്. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രിവിലേജ് അനുസരിച്ച് നിങ്ങൾ ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഇവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് പേര് മനുഷ്യന്മാർ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതിന് നിങ്ങളായിട്ട് തന്നെ കുറച്ച് എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ പൊസിഷൻ ഇരിക്കുന്നവർക്ക് ഇതൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും. പക്ഷെ മറിച്ച് മറ്റുള്ളവരുടെ ജീവിതം അങ്ങനെയല്ല. സോ അപ്പോൾ അവരോട് ചേർന്ന് നിൽക്കാനും അവരെന്താണ് ഗോ ത്രൂ എന്ന് മനസ്സിലാക്കാനും ശ്രമിക്കും. ഈ വന്ന കാലഘട്ടത്തിൽ റിസർവേഷനെതിരെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇത് അജ്ഞതയാണ്, അവർക്ക് അതിനെ പറ്റിയുള്ള അറിവില്ലായ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.